ഹായ്, വെൽക്കം ടു fscookeryvlogs. എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പുളിയോദരയാണ്, പുളിച്ചോറ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. പുളിച്ചോറെന്ന് പറയുന്നത് ഒരു തമിഴ്നാട് സ്റ്റൈൽ റെസിപ്പിയാണ്. പക്ഷേ ഞാനത് എൻ്റേതായ രീതിയിൽ കേരളത്തിൻ്റെ സ്റ്റൈൽ കൊണ്ടുവന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വർക്കിംഗ് ലേഡീസിനൊക്കെ പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുളിച്ചോറിൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷൻസും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം കൊച്ചുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ ലെമൺ സൈസിനോളം വലിപ്പമുള്ള പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് മാറ്റി വയ്ക്കുക. അതൊന്ന് അവിടെ ഇരുന്ന് കുതിരുന്ന ആ ഒരു നേരത്ത് നമുക്ക് അടുപ്പിലേക്കൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സാധാരണ പുളിച്ചോറ് ഉണ്ടാക്കുന്നത് നല്ലെണ്ണയിലാണ്. എനിക്ക് വെളിച്ചെണ്ണയാണ് കൂടുതൽ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണയാണ് നല്ല മണം കൊടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രഡീഷണലായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു 10-12 കൊച്ചുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് 1-2 വറ്റൽമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഈ ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണേ. അപ്പോൾ നല്ലൊരു മണം വരുന്ന ആ ഒരു സ്റ്റേജിൽ മാത്രം നമ്മൾ ഇതിനകത്തോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും നല്ല മണം വരും. ആ ഒരു സ്റ്റേജിൽ നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് അത്യാവശ്യം നല്ല പുളിയുള്ള പുളിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവ് ഞാൻ പറയാം. ഇനി നിങ്ങൾക്ക് അതിൽ വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പുളിയുടെ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ പുളിവെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും. ആ ഒരു സ്റ്റേജിൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചോറ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയെടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഡ്രൈ ആയി പോവാണ്ട് ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പരുവത്തിന് വേണം നമ്മളിത് കിണ്ടിയെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പുളിച്ചോറ് ഇവിടെ റെഡിയായി. കണ്ടില്ലേ, എത്ര സിമ്പിളായിട്ട് എത്ര പെട്ടെന്നാണ് നമ്മളിത് ചെയ്ത് തീർത്തേ. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന കോമ്പിനേഷനും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പുളിച്ചമ്മന്തി എന്ന് പറയുന്ന നമ്മുടെ നാടൻ ചമ്മന്തി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് തേങ്ങ എടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, അതിലേക്ക് 1-2 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കുക, അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക, അതിലേക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് വരാം. അപ്പോഴേക്കും നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന നല്ലൊരു കോമ്പിനേഷനായിട്ട് വരുന്ന ഒരു കോംബോ എന്ന് പറയുന്നത് മുട്ട ഓംലേറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ആ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കണേന്ന്. ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല സോഫ്റ്റായിട്ടുള്ള ഓംലേറ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ മുട്ട ഒഴിച്ച് തിരിച്ചു മറിച്ചു വിട്ട് വേവിച്ചെടുക്കും, സാധാ പോലെ തന്നെ. ഇത് 3ൻ്റെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.